കർത്താവിൻ്റെ പരിശുദ്ധമായ മനോഹരമായ പകൽ വീണ്ടും വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേർഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ എപ്പിസോഡും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറും. പ്രത്യേകാൽ ഈ എപ്പിസോഡ് നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കാഞ്ഞിരംകുളം കുഴിവിള ഭാഗത്തു നിന്ന് സജി ആൻഡ് ഫാമിലിയാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തൻ്റെ ബിസിനസ് നയന വുഡ് വർക്ക്സ് എന്ന തൻ്റെ ബിസിനസ് സ്ഥാപനം ഒക്കെ ഓർത്ത് ഒരു നിമിഷം ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയ സജി എന്ന പ്രിയദാസനെയും തൻ്റെ കുടുംബത്തെയും 2 കുഞ്ഞുങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഞാൻ ഓർക്കുന്നു. കർത്താവെ, അതൊത്തിരി അനുഗ്രഹത്തിലേക്ക് വരട്ടെ. ധാരാളം വർക്കുകൾ പ്രിയ മകന് ലഭിക്കട്ടെ. കർത്താവെ, അത് മേൽക്കുമേൽ അഭിവൃദ്ധിയിലേക്ക് വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. കർത്താവെ, അവർക്ക് നീ കൊടുത്ത നല്ല മനസ്സിനായി സ്തോത്രം. തനിക്ക് നല്ല വർക്കുകൾ ദൈവം കൊടുത്തത് ഞാൻ നന്ദി പറയുകയാണ്. കർത്താവെ, ഇനിയും ധാരാളമായ വർക്കുകൾ തൻ്റെ കയ്യിൽ ദൈവം കൈമാറണം. കർത്താവെ, ധാരാളമായി കർത്താവിനോട് ചെയ്യുവാൻ തന്നെ ദൈവം ഇനി ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്താവ്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുള്ളവർക്ക് ഈ എപ്പിസോഡ് പ്രയോജനമായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമെന്ന മനോഹരമായ പകൽ വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞാൻ അറിയിക്കട്ടെ. ഈ മനോഹരമായിരിക്കുന്ന പകലിലും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ, വചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് നീങ്ങുവാൻ ദൈവം നമ്മെ അനുവദിച്ച കൃപകളെ ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ട അനേക പ്രിയപ്പെട്ടവർ എന്നെ കോൾ ചെയ്യുവാൻ ഇടയെത്തിയിരുന്നു. പലരുടെയും രോഗങ്ങൾ ദൈവം സൗഖ്യമാക്കി. പലരുടെയും വിഷയങ്ങൾക്ക് ദൈവം ആലോചനകൾ കൊടുത്തു. പലരുടെയും വിഷയങ്ങൾക്ക് ദൈവം വലിയ പ്രവൃത്തികളെ ചെയ്യാൻ ഇടയെത്തിരുന്നത്. ആമേൻ. പലരും എന്നെ വിളിച്ചറിയിപ്പാൻ ഇടയെത്തിരുന്നു. ഒത്തിരി പേരുടെ എക്സാമുകൾക്ക് ദൈവം ജയം കൊടുത്തു. ഒത്തിരി പേരുടെ വിഷയങ്ങൾക്ക് ദൈവം വലിയ പരിഹാരങ്ങൾ കൊടുത്തു. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇന്നും ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരത്ഭുതം പ്രവർത്തിക്കും. ആ വിശ്വാസത്തോടെ ഈ എപ്പിസോഡ് നിങ്ങൾ കാണുക. ആ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം നിങ്ങൾക്ക് വലിയ ചെയ്യട്ടെ. മാറാത്ത രോഗങ്ങൾ ഇന്ന് പകൽ യേശു സൗഖ്യമാക്കട്ടെ. ആമേൻ. വിഷയങ്ങളുടെ മേൽ നടക്കുവാൻ കഴിയാതിരിക്കുന്ന മേഖലകൾ ഇന്ന് പകൽക്കാലം ചവിട്ടി നടക്കുവാൻ ദൈവം നിങ്ങളെ കൈക്ക് പിടിക്കട്ടെ. അപ്രകാരം തന്നെ ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇന്ന് പകൽ കൊണ്ടുവരികയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 23, 24, 25 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. ശ്രദ്ധിക്കുക. മത്തായി സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 23, 24, 25 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ടാം പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച നിലവിളിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സുപരിചിതമായൊരു വേദഭാഗമാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനായി വായിക്കുവാനിടയെത്തിയിരുന്നത്. നമുക്കറിയാം, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ആമേൻ ലോകക്കാർ ചെയ്യാത്ത പ്രവൃത്തികൾ കർത്താവ് ചെയ്യാനിടയായിത്തീർന്നു. അസാധ്യമെന്ന് തോന്നിച്ചതും ചിന്തിച്ചതും അവൻ കരുതിയതുമായ വിഷയങ്ങൾ ദൈവം നിസ്സാരമായി പലതും ചെയ്തെങ്കിൽ ഇന്ന് പകൽ ഈ വചനം ശ്രദ്ധിക്കുന്ന നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ കുടുംബത്തിനകത്തും നീ അസാധ്യമെന്ന് ചിന്തിച്ചത് നിസ്സാരമായി ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ ചില മറുപടികൾ നിൻ്റെ കയ്യിൽ വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെട്ട് വരുവാൻ പോവുകയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ബൈബിൾ ഇങ്ങനെ പറയുന്നു. വലിയ ഒരു ശുശ്രൂഷ കർത്താവ് ചെയ്തു. ആമേൻ. അത് നോക്കണം, വലിയൊരു ശുശ്രൂഷ. എൻ്റെ കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്കും ശേഷിക്കുന്ന സ്ത്രീകൾക്ക്, പൈതങ്ങൾക്ക് അടങ്ക ഏകദേശം എൻ്റെ കണക്കനുസരിച്ച് പറഞ്ഞാൽ 20,000-ഓളം വരുന്ന ഒരു വലിയ പുരുഷാരത്തിന് യേശു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ആ ക്ഷീണമുണ്ട് ശിഷ്യന്മാർക്ക്. വിളമ്പി കൊടുത്തതാണ്. അവർക്കതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പോൾ ആ ക്ഷീണം കണ്ടിട്ട് യേശു എന്നാ പറഞ്ഞ്, നിങ്ങൾ അക്കരയ്ക്ക് പെക്കോ. പക്ഷേ യേശു പറഞ്ഞു, ഞാനിപ്പോൾ
വരുന്നില്ല, എനിക്ക് ഇനിയും ചിലത് ചെയ്യാനുണ്ട്. ഞാൻ പറയട്ടെ, എന്താ യേശു വരത്ത്? യേശു എവിടെയാണ് പോയത്? നമ്മൾ വായിച്ച വാക്ക് അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായിട്ട് അവിടെ ഇരുന്നു. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സന്ധ്യ ആയില്ല, അതിനു മുൻപേ ഏകനായിട്ട് അവിടെ ഇരുന്ന് അവൻ കർത്താവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കേ ഉള്ളൂ. കൂടെ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ അക്കരയ്ക്കൊരു യാത്രയ്ക്ക് പോവുകയാണ്. യേശു അവരെ പറഞ്ഞു വിട്ടു, നിങ്ങളിപ്പോൾ റെസ്റ്റ് എടുത്തോ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതല്ല വിഷയം. പക്ഷേ എനിക്ക് വരാൻ കഴിയത്തില്ല, എനിക്ക് ഇച്ചിരി പ്രാർത്ഥിക്കണം. അവൻ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോൾ. ഞാൻ പറയട്ടെ, ഓരോ അത്ഭുതങ്ങളും യേശു ചെയ്യുമ്പോൾ 5 അപ്പം കൊണ്ട് അവൻ 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതം ദേശത്ത് ചെയ്യുമ്പോഴും അവൻ അത് നോക്കണം, അതിൻ്റെ പിന്നിൽ യേശുവിന് പറയാനുണ്ട്, ഇത് കൺകെട്ടല്ല, മാജിക്കല്ല, മറിച്ച് ഇന്നലകളുടെ പ്രാർത്ഥനയുടെ ബലമായിരുന്നു. എന്തിനാ യേശു ഇപ്പം മലയിൽ കയറിപ്പോയി? ഞാൻ പറയും പ്രാർത്ഥിക്കാൻ, അല്ലാതെ യേശു മറ്റൊന്നും ചെയ്യാൻ. ബൈബിൾ വേദപുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു നോക്കും, ഒത്തിരി അനുഭവങ്ങൾ കാണാൻ കഴിയും. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ നിരന്തരം വായിച്ചാൽ പഠിച്ചാൽ കാണുവാൻ കഴിയും. വീടുണ്ട്, താൻ വീട്ടിലല്ല പോയത്. അത് നോക്കണം, നാടുണ്ട്, നാട്ടിനകത്തല്ല കിടന്ന്, മറിച്ച് മിക്കവാറും യേശുവിനെ കുറിച്ച് പരസ്യ ശുശ്രൂഷ വേളയ്ക്കിടയിൽ യേശുവിൻ്റെ വാസം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അവൻ പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയി. പിറ്റേന്നാൾ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെയും പറയുന്നു, വൈകുന്നേരമായപ്പോൾ ഏകനായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂടെയുള്ളവരാര് കൂട്ടിന് പ്രാർത്ഥിപ്പാനില്ല. കൊണ്ടുവന്നാലും പ്രാർത്ഥിക്കാത്ത പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഉറക്ക ക്ഷീണം കൊണ്ട് ഉറക്കത്താൽ ഭാരപ്പെടുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലെന്ന് കർത്താവിന് അറിയാം. എന്നാൽ ഞാൻ പറയട്ടെ, ഈ വേദപുസ്തകം ചിന്തിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. യേശു പ്രാർത്ഥിപ്പാൻ മലയിൽ കയറി, പക്ഷേ ഇവരെന്താ കൂടെയുള്ളവർ അക്കരയ്ക്കുള്ള യാത്ര. പക്ഷെ വഴി മധ്യേ പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ തുടങ്ങി. യേശു ഇല്ലാത്തൊരു പടക, യേശു ഇല്ലാത്തൊരു യാത്ര, യേശു ഇല്ലാത്തൊരു വിഷയം അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. വചനമിങ്ങനെ കടലിൻ്റെ അകത്ത് കാറ്റ് പ്രതികൂലമാകൊണ്ട് പടക തിരകളാൽ വലഞ്ഞു. വേദപുസ്തകം പഠിപ്പിക്കുന്ന രാത്രിയിൽ ഓരോ യാമങ്ങൾ കഴിയും തോറും അവരുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. ഇന്ന് ഈ പകലിനെ കേൾക്കുന്ന ദൈവമക്കളെ, നിമിഷങ്ങൾ കഴിയും തോറും യാത്രയുടെ നടുവിലായിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്ന് വർദ്ധിക്കുകയാണോ, വിഷയങ്ങൾ രൂക്ഷമാകണം, ഒന്ന് ചിന്തിക്കുക. യേശു കൂടെയുണ്ടോ? യേശു കൂടെയുണ്ടോ? കൂടെയില്ലേ വിഷയമാണ്. യേശു നിൻ്റെ ഒപ്പമുണ്ടോ? നീ തുടങ്ങിയ യാത്ര, നീ തുടങ്ങിയ പ്ലാൻ, നീ തുടങ്ങിയ പദ്ധതികൾ അത് കൊണ്ടുപോകുന്ന നിൻ്റെ കൂടെ യേശു ഉണ്ടോ? ഇല്ലേ? ഞാൻ പറയാം, വഴിമധ്യേ തിരമാലകൾ വരും, വഴിമധ്യേ പ്രതികൂലങ്ങൾ വരും, വഴിമധ്യേ പിശാച് വരും, വഴിമധ്യേ ദുഷ്ടശക്തികൾ നിനക്ക് വിരോധമായി വരും. എന്തിനാ? നിന്നെ ഒതുക്കിക്കളയുവാൻ, നിന്നെ മുക്കിക്കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിനക്ക് വിരോധമായി ചലിക്കുവാൻ പൈശാചികൻ പതിയിരിക്കുന്നെന്ന് ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്. രാത്രിയുടെ യാമത്തിൽ യേശു തനിയെ മലമുകളിൽ പ്രാർത്ഥിക്കുന്നവിടെ 1 യാമം കഴിഞ്ഞു, അക്കരെ എത്തിയില്ല കേട്ടോ. 2 യാമം കഴിഞ്ഞു, അക്കരെ എത്തിയില്ല. 3 യാമം കഴിഞ്ഞു, അക്കരെ എത്തുന്നില്ല. 4-ാമത്തെ യാമത്തിലും ശിഷ്യന്മാരെപ്പോഴേ അക്കരെ എത്തേണ്ടതാ, വിശ്രമിക്കേണ്ടതാ. പക്ഷേ ഉറക്കമില്ല. യാത്രയിലൊരു അവസാനം കാണുന്നുമില്ല. വഴിമധ്യേ കടലിനകത്ത് തകർന്ന് മുങ്ങും എന്ന പ്രതീക്ഷയോടെ അവരങ്ങനെ നിൽക്കുകയാണ്. വെളിച്ചമില്ല. എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. കാറ്റ് പ്രതികൂലം, തിരമാല പ്രതികൂലം, ശക്തമായ കടൽക്ഷോഭത്തിനകത്തുപെട്ട് മുങ്ങും എന്നൊരു വിഷയം. തിരമാലകൾ തലയ്ക്കുമീതെ ചീറി വരുന്ന അനുഭവങ്ങൾ, ആ വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ പെരുകുമ്പോൾ ഞാൻ പറയട്ടെ, അവർക്ക് വിളിക്കാനൊട്ട് കഴിയുന്നില്ല. വിളിച്ചാലോട്ട് ആരും കേൾക്കാൻ, അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് അവരുടെ നിലവിളി കേൾക്കാൻ ആരുമില്ല, അവരുടെ കരച്ചിൽ കാണാൻ ആരുമില്ല, അവരുടെ നിരാശ കാണാൻ ആരുമില്ല. പക്ഷെ ഞാൻ പറയാം, രാത്രിയുടെ 4-ാം യാമത്തിലും അവരുടെ ഗുരു മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലമുകളിൽ യേശുവിന് വെളിപ്പെട്ടു, എൻ്റെ മക്കൾ കടലിനകത്ത് വിഷമത്തിൻ്റെ ഘട്ടത്തിലാണ്. കടലിനകത്ത് അവർ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കടലിനകത്തുനിന്ന് അവർക്ക് പുറത്ത് വരാൻ പറ്റുന്നില്ല. അവരെ ശത്രു വളഞ്ഞു കഴിഞ്ഞു. പിശാച് അവനെ ഒതുക്കാൻ പോവുകയാണ്, മുക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കട്ടെ, പ്രാർത്ഥനയുടെ നടുവിലിരിക്കുന്ന യേശു ആ വെളിപ്പാട് പ്രാപിക്കുകയാണ്. എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത 12 മക്കൾ അവർ ഭവനത്തിലേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ് വഴിമധ്യേ കടലിനകത്ത് മുക്കിക്കളയുമെന്ന് വാദിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? രാത്രിയുടെ ഏത് യാമത്തിലാണെങ്കിലും തമ്പുരാൻ
ദൈവം നിനക്ക് ചിലത് വെളിപ്പെടുത്തി തരുമെന്ന് ഉറപ്പാണ്. നിൻ്റെ തടസ്സങ്ങൾ എന്തോ ആകട്ടെ, ആമേൻ, കർത്താവിനറിയാം. ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. ആമേൻ, നിൻ്റെ തടസ്സങ്ങൾ എന്തോ ആകട്ടെ, പ്രാർത്ഥിക്കുന്നവന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. ആകയാൽ ഇന്ന് പകൽക്കാലം രാത്രിയുടെ ഏത് ഘട്ടമാണെങ്കിലും ഇരുട്ടി നിന്നെ മൂടിയാലും പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാലും ഞാൻ വിളിച്ചു പറയാം, ആമേൻ, അത് നോക്കണമേ, നിന്നെ തമ്പുരാൻ കൈവിടുകയില്ല കേട്ടോ. ആമേൻ, വള്ളത്തിൽ അക്കരയ്ക്ക് പോകുന്ന ഇവർ നടുക്കടലിൽ ചെന്ന് വട്ടം കറങ്ങുകയാണ്. കാരണം കാറ്റവരെ കറക്കുകയാണ്. അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ പോകാൻ കഴിയത്തില്ല, ഇങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ പോകാൻ കഴിയത്തില്ല. കാരണം കാറ്റവരെ കറക്കുകയാണ്. ഇച്ചിരിയുടെ കഴിയുമ്പോഴവർക്ക് ഒരു കാര്യം പിടികിട്ടി, വള്ളത്തിനകത്ത് വെള്ളം നിറയും, വെള്ളം നിറഞ്ഞ വള്ളം മുങ്ങും. പക്ഷേ യേശുവിന് കാര്യം പിടികിട്ടി. ആമേൻ, ആരും പറഞ്ഞതല്ല, ഫോൺ വിളിച്ചതല്ല കേട്ടോ. ആമേൻ, അത് നോക്കണമേ, സന്ദേശം അയക്കാൻ ഈ കാലഘട്ടമല്ല. ആമേൻ, അത് നോക്കണമേ. പക്ഷേ പ്രാർത്ഥിക്കുന്ന ആമേൻ യേശുവിന് മലമുകളിൽ അത് മനസ്സിലായി. മലമുകളിൽ ഇരുന്നുകൊണ്ട് തമ്പുരാൻ കണ്ടു, എൻ്റെ കുഞ്ഞുങ്ങൾ ആമേൻ കടലിനകത്ത് മരണത്തെ മുഖാമുഖം കണ്ടുക. കർത്താവ് എന്നാ ചെയ്ത? മലമുകളിൽ പ്രാർത്ഥന വിട്ടെഴുന്നേറ്റോ. രാത്രിയുടെ യാമത്തിൽ, 4-ാം യാമത്തിൽ ആമേൻ കടലിൻ്റെ കരയിലേക്ക് വന്നു. തന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, വള്ളമില്ല, ചെറുപടകുകളില്ല, കൂട്ടിനാരുമില്ല. പ്രാർത്ഥന കഴിഞ്ഞ് 4-ാം യാമം എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഒരു ദിവസം ആമേൻ 4 യാമം, ഒരു രാത്രി വെളുക്കുവാൻ 4 യാമങ്ങളുണ്ട്. ഒരു യാമം 3 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ യാമം ഒരുപക്ഷെ 6 മണി മുതൽ 9 മണി വരെ, 2-ാം യാമം 10 മണി മുതൽ 12 മണി വരെ, ആമേൻ 3-ാം യാമം 1 മണി മുതൽ ആമേൻ 3 മണി വരെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന 3 യാമം കഴിഞ്ഞ് 4-ാം യാമത്തിലാണ് യേശു വരുന്നേ. അങ്ങനെ 3 യാമം യേശു പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണം, അത് നോക്കണം, 3 യാമം യേശു പ്രാർത്ഥിച്ചു. 3 യാമം മീൻസ് എൻ്റെ ഒരു ചിന്തയിൽ പറഞ്ഞാൽ അത് 9 മണിക്കൂർ. ആമേൻ, യേശു നിർത്താതെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചേച്ച് ഇങ്ങോട്ട് താഴെ ഇറങ്ങി വരികയാണ്. എന്തിനാ? തൻ്റെ മക്കളെടുത്ത് വേഗത്തിലെത്തണം. പക്ഷേ വള്ളം തുഴഞ്ഞ് കണ്ടെത്തിപ്പാൻ ആരുമില്ല. വെള്ളം പ്രതികൂലമായി ചീറിയെടുക്കുക. ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ, ആമേൻ, ചില വിഷയങ്ങൾ വിരോധമായി വരും, ചില വിഷയങ്ങൾ വിരോധമായി എഴുന്നേക്കും, ചില വിഷയങ്ങൾ വിരോധമായി വരും. നടുക്കടലിനകത്ത് മുക്കിക്കളയുമെന്ന് വാദിക്കുന്ന ശക്തികൾ വെല്ലുവിളിക്കുമ്പോൾ ഞാൻ പറയട്ടെ, യേശു കടലിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ തിരമാലകൾ വെല്ലുവിളിക്കാൻ തുടങ്ങി. ആമേൻ, വിടുകയില്ല. തൻ്റെ ആമേൻ ആ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ ക്രിസ്തുവിന് വിരോധമായി തിരമാലകൾ തലയ്ക്ക് മുകളിലേക്ക് ചീറിയെടുക്കുമ്പോൾ എൻ്റെ തമ്പുരാൻ തീര മാറട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിന്നില്ല. അടുത്ത തീര ചെറുതാകുമെങ്കിൽ പോകാമെന്നല്ല പറഞ്ഞ് വിസ്മരിച്ച പ്രാർത്ഥനയുടെ പിൻബലം യേശുവിനുണ്ടായിരുന്നത് കൊണ്ടാണ്. ആമേൻ, തീര മാറിയിട്ടല്ല തമ്പുരാൻ പോയെ, ചീറി വരുന്ന കടൽ തിരമാലകളുടെ മേൽ എൻ്റെ കർത്താവ് കാലെടുത്തു വച്ചപ്പോൾ തിരമാലകൾ ഒതുങ്ങാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് കേൾക്കണേ. ആമേൻ, പഴയ തലമുറക്കാർ ഒരുപക്ഷെ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആമേൻ മോശയോട് പറഞ്ഞു, വടിയെടുത്ത് നീട്ടിയതിനെ 2ആയി വിഭാഗിക്കുക. പിൻതലമുറക്കാർ, എനിക്ക് മുമ്പുള്ള പിതാക്കന്മാർ ഒരുപക്ഷെ പഴയ കാലങ്ങളിൽ ചെങ്കടലിനെ 2ആയി കീറി മുറിച്ചുണങ്ങിയ നിലത്ത് കടന്നുപോയെങ്കിൽ ഈ തലമുറയിൽ, പുതിയ നിയമ തലമുറയോട് കർത്താവ് പറയുന്ന കാര്യം അറിയാമോ? കീറാൻ നിൽക്കേണ്ട, നീ യോർദാനെ പിളർക്കാൻ നിൽക്കേണ്ട. വിശ്വസിക്കുന്നവൻ്റെ കാലുകളുടെ മേൽ ഒരു അധികാരം തന്നിട്ടുണ്ട്. ഇന്ന് പകൽ നിനക്ക് വിരോധമായി തല ഉയർത്തുന്ന തിരമാലകളുടെ മേൽ ചവിട്ടുവാൻ ഒരു അധികാരം എൻ്റെ കർത്താവിനുണ്ട് എന്ന് തെളിയിക്കുവാൻ നമുക്ക് മുൻപിൽ എൻ്റെ കർത്താവ് തിരമാലകളുടെ പുറത്ത് ചവിട്ടി അവൻ നടക്കുവാൻ തുടങ്ങി. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കട്ടെ, നമ്മുടെ മുൻപുള്ള പിതാക്കന്മാർ ചെങ്കടൽ മാറട്ടെ, അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയാം, വിശ്വസിക്കുന്നവരുടെ കൂട്ടം ആമേൻ തമ്പുരാൻ എന്നാ പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടി മെതിപ്പാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അങ്ങനെയാണെങ്കിൽ ചവിട്ടാനുള്ള അധികാരം കയ്യിലല്ലേ ഇരിക്കുന്നത്, ചവിട്ടാനുള്ള അധികാരം കാലയിലായിരിക്കുന്നത്. പിടിയിടുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ചില തിരമാലകൾ നിനക്ക് വിരോധമായി വെളിപ്പെടുമ്പോൾ, ചില തിരമാലകൾ നിനക്ക് വിരോധമായി വരുമ്പോൾ ഞാൻ പറയട്ടെ, അവൻ നിൻ്റെ കാലിൽ ഒരു അധികാരം തന്നിട്ടുണ്ട്. അവൻ ആ തിരമാലകളുടെ പുറത്തൊന്ന് ചവിട്ടാൻ തയ്യാറാണെങ്കിൽ, ആ തിരമാലകളുടെ പുറത്ത് ഒന്ന് കാല് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ, ചീറി വരുന്നത്, വായി വിളർക്കുന്നത് നിൻ്റെ കാൽ കീഴ് മെതിയാൻ പോവാ, നിൻ്റെ കാൽ കീഴത് ചതയാൻ പോവാ. ഞാൻ ചിന്തിക്കുന്നു, തകർക്കേണ്ടതാ. പക്ഷേ തമ്പുരാൻ ആ തിരമാലയുടെ തലയിൽ കാല് വെച്ചു. അതിൻ്റെ തലയെ ചവിട്ടുമ്പോൾ വാലറ്റം കൊണ്ട് പിടയ്ക്കുന്നതേ ഉള്ളൂ, മുക്കാൻ കഴിയുന്നില്ല. എന്താ ഒരു മുങ്ങാത്തൻ്റെ കാരണം? എപ്പോഴാണോ വാ പിളർന്നു തുടങ്ങിയത് അന്നേരം യേശു തിരമാലയുടെ തലയെ ചവിട്ടി. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം, അവൻ തലയെ ചവിട്ടിട്ടേക്കുക. കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുവിൻ്റെ തലമേൽ തമ്പുരാൻ കാല് വെച്ചെങ്കിൽ വാലിട്ട് നിന്നെ ദണ്ഡിപ്പിച്ച ഞാൻ പറയാം, ഒന്നും സംഭവിക്കത്തില്ല. ഒരു ചവിട്ട് കൂടെ കൊടുക്കാം. നിൻ്റെ കാലിൽ ഒരു അധികാരം തമ്പുരാൻ തന്നിട്ടുണ്ട്. അതുപോലെ നീ ചവിട്ടാൻ അവൻ അധികാരത്തോടെ നീ ഒന്ന് കാല് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോവുകയാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും?
ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എങ്ങനെയാ കർത്താവ് ഈ അത്ഭുതം സംഭവിച്ചേ? എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം ഇതാണ്. യേശു ഈ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ സത്യം പറയാലോ, അത്ഭുതം ചെയ്യാൻ വേണ്ടി അല്ല യേശു ഇത് കാണിച്ചേ. ഒരു കടലിൻ്റെ പുറത്ത് നടക്കുക എന്ന് പറയുന്നത് സാധാരണ സംഭവമല്ല. ഒരു ഓർഡിനറിയായ വിഷയമല്ല. ഈ കടലിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പുറത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ സംഭവമല്ല. നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, നമുക്കാർക്കും കഴിയാത്തൊരു കാര്യമാണ്. ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ ഒരു അത്ഭുതം നടത്താനാണ് യേശു കടലിൻ്റെ പുറത്ത് നടന്നതെങ്കിൽ ഞാൻ പറയും ആമേൻ. യേശു 4 പേരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പറയുമായിരുന്നു, ഞാനത് അത്ഭുതം ചെയ്യാൻ പോവാം. പക്ഷേ യേശു അങ്ങനെ ആരെയും വിളിച്ചില്ല. കടലിൻ്റെ പുറത്ത് നടന്നത് നിങ്ങളെല്ലാവരും കാണണം എന്ന് പറഞ്ഞ് യേശു എന്ത് ചെയ്യുമായിരുന്നു? നാട്ടുകാരെ വിളിച്ച് നിർത്തി ഞാൻ അത്ഭുതം കണ്ടോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുമായിരുന്നു? യേശു നാട്ടുകാരെ വിളിച്ച് നിർത്തിയിട്ട് നടക്കുമായിരുന്നു. പക്ഷേ യേശു അങ്ങനെ ചെയ്തോ? ഇല്ല. ആരോടും പറഞ്ഞില്ല. പിന്നെ നിങ്ങളെ പുറത്ത് വന്നേ ശിഷ്യന്മാർ കണ്ടോണ്ടാ എഴുതി? ഇല്ല, ഇതാരും അറിയത്തില്ലായിരുന്നു. ഞാൻ പറയാം, യേശു നിൻ്റെ വിഷയത്തിൻ്റെ മേലങ്ങോട്ട് കടന്നു വരിക, കടലിൻ്റെ പുറത്ത് നടക്കുക എന്നത് സത്യം പറഞ്ഞാൽ യേശുവിനൊരു വിഷയമല്ല, അതൊരു അത്ഭുതമല്ല. പക്ഷേ ഞാൻ പറയാം, വിഷയത്തിൽ മുങ്ങിത്താഴെ പോകുന്ന നിൻ്റെ അടുക്കൽ വരാൻ ആമേൻ യേശുവിനെത്തണം. അതിന് വള്ളമില്ല, മറ്റു മാർഗമില്ല. ഒന്നേ കടലിനെ 2ആക്കി പിരിച്ചിട്ടെത്തണം. അതിൻ്റെ എൻ്റെ കർത്താവ് നിന്നില്ല. ഞാൻ പറയട്ടെ, ഞാൻ അത്ഭുതം കാണിക്കാൻ വേണ്ടി അല്ല യേശു ഈ പ്രവൃത്തി ചെയ്തേ, മറിച്ച് എന്തിനായിരുന്നു? തൻ്റെ മക്കളുടെ അടുത്ത് യേശുവിനെത്തണം. പക്ഷേ ഞാൻ പറയാം, കടലെ വഴി മാറെന്ന് പറഞ്ഞില്ല, കടലെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞില്ല. കാല് വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ വെള്ളത്തിന് മുക്കാൻ കഴിയാത്ത വിധം അത് അവിടെ തന്നെ നിൽക്കുക. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചേക്കണം, വെള്ളത്തിന് മുക്കാൻ കഴിയാത്തത് അങ്ങനെ തന്നെ നിൽക്കുക. എന്താ അതിനുള്ള കാരണം? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിളിച്ച് നിർത്തി ഞാൻ അത്ഭുതം ചെയ്യുമ്പോൾ കടലിൻ്റെ പുറത്ത് നടക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വന്നതിന് യേശുവിൻ്റെ പിന്നാലെ. പക്ഷേ യേശു ഒന്നും ചെയ്തില്ല. ഞാൻ പറയാം, ഈ എങ്ങനെ ഇത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ പറയട്ടെ, യേശുവിന് അതൊരു വിഷയമല്ല. യേശു നിസ്സാരം 9 മണിക്കൂർ 3 യാമങ്ങൾ മലമുകളിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ബലം യേശുവിൽ ചലിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, പ്രാർത്ഥനയുടെ പിൻബലം ഉണ്ടോ? അത്ഭുതം ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട, നീ നടക്കുന്നത് ഒരു അത്ഭുതമായി മാറും. പ്രാർത്ഥനയുടെ ശക്തി നിൻ്റെ ജീവിതത്തിലുണ്ടോ? വരിക, അത്ഭുതം കാണാം എന്ന് നീ പറയണ്ട. പ്രാർത്ഥനയുടെ ശക്തി നിൻ്റെ മേലുണ്ടോ? നീ നടക്കുന്നത് ഒരു അത്ഭുതങ്ങളായി മാറും. നീ കാല് വയ്ക്കുന്നിടത്ത് അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. നീ കൈ തൊടുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിച്ചേ. അല്ലെങ്കിൽ അത്ഭുതം ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് യേശു നാട്ടുകാരെ മുഴുവൻ വിളിച്ചേനെ ഇല്ല. മറിച്ച് പ്രാർത്ഥനയുടെ പിൻബലമുള്ള യേശുവിന് നടക്കുന്നിടത്ത് അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, കടൽ പലരെയും മുക്കിയിട്ടുണ്ട്, കടൽ പലരും താത്തിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥനയുടെ പിൻബലത്തോടെ യേശു കാല് വെച്ചപ്പോൾ ആ കാല് വെച്ച കടൽ ഒരു അത്ഭുതമായി. ആമേൻ. അതൊരു വേദപുസ്തകത്തൊരു അസാധാരണമായ പ്രവൃത്തിയായിട്ടത് മാറി. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അത്ഭുതങ്ങൾക്ക് വഴി തുറക്കും. എങ്ങനെ? പ്രാർത്ഥനയുണ്ടെങ്കിൽ. അത്ഭുതത്തിന് വേണ്ടി നീ ഇരിക്കണ്ട, മറിച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അത്ഭുതം നിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് തുടങ്ങും. നീ നടക്കുന്നിടത്ത് അത്ഭുതം വന്നു തുടങ്ങും. നീ ചിന്തിക്കുന്ന മണ്ഡലങ്ങളിൽ അത്ഭുതം വെളിപ്പെട്ട് തുടങ്ങും. ഈ പകൽക്കാലം ശ്രദ്ധിച്ചേക്കണേ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, യേശു കടൽ മാറാൻ വേണ്ടി എല്ലാ 9 മണിക്കൂർ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചേ. കടലിൻ്റെ പുറത്ത് നടക്കാൻ വേണ്ടി അല്ല യേശു 9 മണിക്കൂർ പ്രാർത്ഥിച്ചേ, അല്ലെങ്കിൽ ആമേൻ 3 യാമങ്ങളിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ പറയട്ടെ, കടലിനെ മാറാൻ വേണ്ടിയില്ല, ശിഷ്യന്മാരുടെ അടുത്തെത്തണം. അതാണ് യേശുവിൻ്റെ ലക്ഷ്യം. പക്ഷേ ആ യാത്രയിൽ താൻ നടക്കുന്നത് കടലിൻ്റെ പുറത്താണെന്ന് തോന്നിയപ്പോൾ ഞാൻ പറയട്ടെ, ശിഷ്യന്മാർ പറയും, ഇതെന്തോ ഒരു അത്ഭുതം. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ തലമുറയിൽ അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. അത്ഭുതത്തിന് വേണ്ടി നീ ഇരിക്കണ്ട, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നീ നടക്കുന്നിടത്ത് അത്ഭുതം വെളിപ്പെടാൻ തുടങ്ങട്ടെ. ആമേൻ. അത്ഭുതത്തിന് വേണ്ടി നീ ഇരിക്കണ്ട, മറിച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന വെളിപ്പെടട്ടെ. പ്രാർത്ഥനയില്ലാത്ത 9 യാമങ്ങളിൽ യാത്രയായിരുന്ന പത്രോസിന്, യാക്കോബിന്, യോഹന്നാന് ആമേൻ മറ്റുള്ളവർക്കൊന്നും ഒരു അത്ഭുതം ഇവിടെ വെളിപ്പെട്ടില്ല. മറിച്ച് ആമേൻ 9 മണിക്കൂർ അല്ലെങ്കിൽ 3 യാമങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന യേശുവിന് പറയാനുണ്ട്, ആമേൻ എൻ്റെ യാത്ര പോലും അത്ഭുതങ്ങളാണ്, എൻ്റെ യാത്രകൾ പോലും അത്ഭുതങ്ങളാണ്, കാല് വയ്ക്കുന്നിടങ്ങൾ അത്ഭുതങ്ങളാണ്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, തകർച്ച നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടോ? പരാജയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അത്ഭുതത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹമുണ്ടോ? ഞാൻ പറയാം, ആമേൻ, നീ പ്രാർത്ഥിക്കുക.
വീട്ടിനകത്ത് നീരുന്ന് പ്രാർത്ഥിക്കുക. ചില മണിക്കൂറുകൾ, ചില യാമങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാലം മടക്കി ഇരിക്കുക. മലമുകളിൽ അവൻ തനിച്ചിരുന്ന പോലെ കൂട്ടിനാരും വേണമെന്നില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഇരിക്കാൻ തയ്യാറാകണം. ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറായി അവൻ നീ ചലിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. നീ കാല് വയ്ക്കുന്നിടത്ത് അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. അവൻ നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പരാജയം രുചിച്ചെറിഞ്ഞ മണ്ഡലങ്ങളിൽ അവൻ ജയം വെളിപ്പെടാൻ തുടങ്ങും. അവൻ തകർച്ച ഇരുട്ട് മൂടിയ മണ്ഡലങ്ങളിൽ ആ വെളിച്ചം വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ആമേൻ. പല വിഷയങ്ങളിലും തകർന്നിരിക്കുന്നവരുണ്ട്, എനിക്കറിയാം. പല വിഷയങ്ങളും തകർന്നിരിക്കുന്നവർ. ഞാൻ പറയട്ടെ, ആ വിഷയങ്ങളെന്തും ആകട്ടെ, വിഷയം ഒരു വിഷയമല്ല. പ്രാർത്ഥനയുണ്ടോ വിഷയങ്ങളുടെ മേലെല്ലാം വലിയ വിടുതൽ വെളിപ്പെടാൻ പോവാം. വലിയ വിടുതലുകൾ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ ഭാഗം ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേദപുസ്തകം പറയുന്നത് തന്നെയാണ്. യേശു കടലിൻ്റെ പുറത്ത് 4-ാം യാമത്തിൽ, രാത്രിയുടെ 4-ാം യാമത്തിൽ നടന്നവിടെ എത്തുക. താൻ നടക്കുമ്പോൾ തനിക്കറിയാം തൻ്റെ മക്കൾ നടുക്കടലിനകത്ത് മുങ്ങാറായിരിക്കുന്നു. പക്ഷെ മുങ്ങത്തില്ല. കാരണം തമ്പുരാൻ അവൻ്റെ തലയെ ചവിട്ടിയാണ് നടക്കുന്നത്. ഏത് തിരയാണോ അവരുടെ പടകിന് വിരോധമായി വീശിയെടുക്കുന്നത്, ആ തിരയെ തമ്പുരാൻ കര മുതലേ ചവിട്ടിക്കൊണ്ടാണ് വരുന്നത്. ഇന്ന് പകൽക്കാലം വിളിച്ചവരുടെ ചവിട്ടാതിരുന്നെങ്കിൽ ആ ശക്തി അതിനെ മുക്കിക്കളയുമായിരുന്നു. ഈ പകൽക്കാലം ശ്രദ്ധിക്കണേ, പലതും നിന്നെ മുക്കിക്കളയത്തിൻ്റെ കാരണം എന്താ? തമ്പുരാൻ കാല് വെച്ചതുകൊണ്ടാണ്. തിരിച്ചറിയാൻ പറ്റുമോ? ഇന്ന് പകൽ പലതും നീ നടുക്കടലിലാണ്, മുങ്ങിപ്പോകും, അവൻ മരിച്ചു പോകും, ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു, പല വിഷയങ്ങളുടെ മുമ്പിലും ജീവിതം ഒടുക്കിക്കളയേണ്ട സമയം കഴിഞ്ഞില്ലേ, എന്നിട്ടും എന്താ നീ ഒടുങ്ങാതെ നിൽക്കുന്നേ? അതിനർത്ഥം ഞാൻ ഈ പറയുന്നത്, അവൻ ആ തിരയുടെ പുറത്തെ കാല് വെച്ചതുകൊണ്ടാണ്, തിരയുടെ തലയുടെ പുറത്തെ കാല് വെച്ചതുകൊണ്ടാണ്, അതിൻ്റെ തുടക്കത്തിൽ കാല് വെച്ചേക്കുന്നുണ്ടാണ്, വാലറ്റം കൊണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അതുകൊണ്ടാണ് നീ ഒടുങ്ങാത്ത, അതുകൊണ്ടാണ് നീ തകരാത്ത, അതുകൊണ്ടാണ് നീ മരണത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്ത. പല അറ്റംപ്റ്റുകളും അവൻ പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്തുവാ? അവൻ തിരമാലയുടെ പുറത്തെ കാല് വെച്ചതുകൊണ്ടാണ്. വരുന്നുണ്ട് എൻ്റെ പ്രിയ നിൻ്റെ അടുക്കലേക്ക്, വരുന്നുണ്ട് എൻ്റെ കർത്താവ് നിൻ്റെ അടുക്കലേക്ക്. ലക്ഷക്കണക്കിന് രൂപ ബാധ്യതകളുമായിട്ട് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, മുങ്ങിപ്പോയി, താണുപോയി, ഞാൻ തന്നെ മുങ്ങിയേക്കാമെന്ന് ചിന്തിച്ച അവൻ അങ്ങനെ ചിന്തിച്ച ജീവിതം, അങ്ങനെ ചിന്തിച്ച കുടുംബമേ, ഞാൻ പറയട്ടെ, എന്താ നീ മുങ്ങാത്തതിൻ്റെ കാരണം? അവൻ തിരമാലയുടെ പുറത്ത് കാല് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴേ നീ മുങ്ങുമായിരുന്നു. എപ്പോഴേ നിന്നെ മുക്കിക്കളയുമായിരുന്നു. അവൻ്റെ പദ്ധതി നിൻ്റെ മേൽ വെളിപ്പെടാൻ പോവുക. ചവിട്ടി അവൻ പിടിച്ചെങ്കിൽ വാലേ ചവിട്ടാൻ നീ മടി കാണിക്കണ്ട. എത്രത്തോളം നിന്നെ മുക്കാൻ ശ്രമിച്ചാലും ഞാൻ പറയട്ടെ, തമ്പുരാൻ എന്നാ പറയുന്നത്? നീ ഭയപ്പെടണ്ട. അടുക്ക വന്നിട്ട് വെള്ളത്തിൻ്റെ പുറത്ത് നടന്നു വന്ന അവൻ യേശുവിനെ കണ്ടിട്ട് 12 ശിഷ്യന്മാരും അയ്യോ ഭൂതമെന്ന് പറഞ്ഞ് നിലവിളിക്കുക, ഭൂതമെന്ന് പറഞ്ഞു. എന്നാൽ യേശു പറയുന്നത്, മക്കളെ ധൈര്യപ്പെടുക, ഇത് ഭൂതമല്ല, ഇത് ഞാനാ. സ്വാഭാവികമായിട്ടും അത് സംഭവിക്കും. 9 മണിക്കൂർ അല്ലെങ്കിൽ 3 യാമങ്ങൾ പ്രാർത്ഥിച്ച യേശു, എൻ്റെ ഒരു ചിന്ത ഞാൻ ഇങ്ങനെ പറയാം. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ താബോർ മലയിൽ, മറുരൂപ മലയിൽ പ്രാർത്ഥിപ്പാനായിട്ട് കടന്നു പോകുന്ന സാഹചര്യം. യേശു ഉറക്കത്താൽ ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഉറങ്ങി. പക്ഷേ യേശുവിന് ക്ഷീണമെന്നൊരു വിഷയമല്ല. യേശു പ്രാർത്ഥിക്കാനാണ് പോയതുകൊണ്ട് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ചിലത് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ തുടങ്ങി. ദൈവ തേജസ് അവൻ്റെ ശരീരത്തിലേക്ക് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ വസ്ത്രം മിന്നുന്ന വെള്ള പോലെ. അവൻ്റെ മുഖത്തിൻ്റെ ശോഭ വർദ്ധിച്ചു, നോക്കാൻ കഴിയാത്ത വിധം ഒരു വെള്ളയായി. അടുത്ത് പറയുന്നു, മോശയും ഏലിയും അവനോട് സംസാരിച്ചു. ചില കാര്യങ്ങളൊക്കെ പത്രോസ്, യോഹന്നാൻ കണ്ടിട്ടുണ്ട്. ചില മണിക്കൂറുകൾ പ്രാർത്ഥിച്ചപ്പോൾ താബോർ മലയിൽ രൂപാന്തരപ്പെട്ട ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവർ എങ്ങനെയാണെന്ന് പിടികെട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം ചിന്തിക്കും. 3 യാമം പ്രാർത്ഥിച്ച ഇവർ, 3 യാമം പ്രാർത്ഥിച്ച യേശുവിൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നു, ആ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങിയെങ്കിൽ അവൻ്റെ വസ്ത്രം മിന്നുന്ന വെള്ളയായി കാണും. അവൻ്റെ ശരീരത്തിലും ആ ദൈവസ്ഥാനത്തിന് ചലിച്ച് കാണും. ഒരുപക്ഷെ ഒരു ഭാവന ഞാനങ്ങ് പറയട്ടെ, മിന്നുന്ന വെള്ള പോലെ യേശുവിൻ്റെ വസ്ത്രമായി മാറിയാണ്. 3-ാം യാമത്തിൽ നിന്ന് 4-ാം യാമത്തിലേക്കും വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പ്രകാശം, ആ തേജസ്, മോശ 40 രാവും 40 പകലും പർവ്വതത്തിൻ്റെ മുകളിലിരുന്നിട്ട് താഴെ ഇറങ്ങി വന്നിട്ടും അവൻ്റെ ത്വക്കിൽ നിന്ന് ആ പ്രകാശം പോയിട്ടില്ല, ത്വക്കിൽ നിന്ന് ആ തേജസ് മാറിയിട്ടില്ല. ആ തേജസ് മാറാതെ ജനത്തിൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോവുക, കാണാൻ കഴിയാതെ കണ്ണ് മൂടി. അങ്ങനെയാണെങ്കിൽ 9 മണിക്കൂർ പ്രാർത്ഥിച്ച യേശുവിൻ്റെ ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ ആ തേജസ്സിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടിരിക്കുക. രാത്രി കൂരിട്ട് നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരം മൂടിക്കിടക്കുന്ന ആ കടൽ, അതിൻ്റെ പുറത്ത് 4-ാം യാമത്തിൽ തേജസ്സിൻ്റെ വസ്ത്രവും ഇട്ടുകൊണ്ട് തമ്പുരാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഭാഷയിൽ ചിന്തിച്ച് നോക്കാം,
പാതിരാത്രി 2 മണിക്കും 3 മണിക്കും വെള്ള ഉടുപ്പ് ഇട്ട്, വെള്ള ഷർട്ടും ഇട്ട്, വെള്ള മുണ്ടും ഇട്ട് ആമേൻ ഒരാൾ നടക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്നാ പറയും? നിങ്ങളെന്നാ വേണേലും പറഞ്ഞു, അത് വിഷയമല്ല. ഈ പകൽക്കാലം ശ്രദ്ധിക്കട്ടെ, എന്ത് പറയുമെന്ന് നമുക്കറിയാം. എന്നാൽ അങ്ങനെ ആമേൻ ആ പറച്ചിൽ ശിഷ്യന്മാരും പറഞ്ഞു, ഇത് ഭൂതമാണ്. യേശുവിൻ്റെ മക്കളെ, ഇത് ഭൂതമൊന്നുമില്ല, ഇത് ഞാനാ. അന്നേരം പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ ആണെങ്കിൽ എനിക്കും ഇതുപോലൊന്ന് വരാൻ നീ എന്നോട് പറയണം. യേശു പറഞ്ഞു, വരിക. ആമേൻ. പേടിച്ചിരിക്കാനല്ല യേശു പറഞ്ഞേ. മക്കളെ, എടാ ഞാൻ തലയിൽ ചവിട്ടിട്ടുണ്ടാ, ഇറങ്ങി വാലയിൽ ചവിട്ടാൻ നീ തയ്യാറാണ്? മുങ്ങാറായി കിടക്കുന്ന പത്രോസിനെ നോക്കിയിട്ട് യേശു എന്താ പറഞ്ഞു? വരിക. ഞാൻ മാത്രം നടക്കണമെന്നല്ല ഈ തലമുറ യേശു പറയുന്നേ. ഞാൻ മാത്രം നിൽക്കണമെന്നല്ല യേശു ഈ തലമുറയിൽ പറയുന്നേ. ഞാൻ മാത്രം ചിലത് ചെയ്യണമെന്നല്ല യേശു ഈ തലമുറയിൽ പറയുന്നത്. ഈ പകൽക്കാലം ശ്രദ്ധിക്കുക, യേശു എന്താ പറയുന്നത്? ആമേൻ. വരിക. മുങ്ങാറായി നിൽക്കുന്ന നിന്നോടാ ദൈവം ഇന്ന് പകൽ ദൂത് പറയുന്നേ, വരിക. നടക്കാൻ കഴിയില്ല എന്ന് നീ ചിന്തിച്ച മണ്ഡലമില്ലേ? ഇനി എനിക്ക് ബിസിനസ് കൂട്ടിയേ പറ്റത്തുള്ളൂ നീ ചിന്തിച്ച മേഖലയില്ലേ? ഇന്നു പകൽ സ്വർഗം നിന്നോട് പറയില്ല, വരിക. ഞാനെൻ്റെ തലയിൽ ചവിട്ടിക്കുക, അതുകൊണ്ട് നിന്നെ അത് മുക്കത്തില്ല. ഈ 3 യാമങ്ങളിലും നിന്നെ മുക്കുമെന്ന് പറഞ്ഞ് ഭീതി മുഴക്കിയില്ലേ? ഞാൻ ആമേൻ അത് മുക്കാത്തതിൻ്റെ കാരണം എന്നറിയാമോ? ഞാൻ കരയിൽ വെച്ച് എൻ്റെ തലയിൽ ചവിട്ടിയ നടന്നാ വന്നേ. ആമേൻ. ഇനി അതിന് തല ഉയർത്താൻ പറ്റത്തില്ല. വാലിട്ടത് അടിക്കും. തല ചതഞ്ഞ പാമ്പ് വാലനക്കിച്ചിരി നേരം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, നിന്നെ ദണ്ഡിപ്പിക്കാനോ വാലിട്ടുന്ന ചുറ്റാനൊക്കെ അവൻ ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ അധികാരം നിൻ്റെ കയ്യിൽ തമ്പുരാൻ തന്നത് ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, പത്രോസിനോട് വാടാ, പടക് വിട്ട് നിറങ്ങുന്ന ചവിട്ടാം. നിന്നെ മുക്കിയ തിരമാല നീ ഒന്ന് ചവിട്ടാം. അതാണ് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി. എന്നെ മുക്കാൻ നിൽക്കുന്ന ശക്തിയില്ലേ, നീ എന്നെ ചവിട്ടും. നിന്നെ തകർക്കാൻ നിൽക്കുന്ന ശക്തിയില്ലേ, നീ അതിനെ ചവിട്ടും. ആമേൻ. നിന്നെ ഒതുക്കാൻ നിൽക്കുന്ന ശക്തിയില്ലേ, നീ അതിനെ ഒതുക്കും. ഇന്ന് പകൽക്കാലം സ്വർഗം അതാ പറയുന്നേ. ആമേൻ. പത്രോസേ, വരിക. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ തലമുറയോട് ഞാൻ ഒരു വാക്കുകൂടി ദൂതായി പറയട്ടെ. ചെങ്കടൽ പിളർന്നിട്ട് പോകാനല്ല പുതിയ നിയമത്തിൽ യേശു എന്നെ നിന്നെ വിളിച്ചേക്കുന്നേ. ചിലതിൻ്റെ പുറത്ത് ചവിട്ടാൻ, ചെങ്കടൻ്റെ പുറത്തുകൂടെ നടക്കാൻ, തിലമാരകളുടെ പുറത്ത് ചവിട്ടാൻ. പഴയ തലമുറയല്ല ഈ തലമുറയിൽ ദൈവം നിന്നോട് പറയുന്നത്, ആമേൻ, യോർദാൻ പിരിഞ്ഞേച്ച് പോകാനല്ല, യോർദാനെ പിരിച്ചിട്ട് പോകാനല്ല. ആമേൻ. വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസത്തിൻ്റെ കാലുകൾ മുന്നേ വയ്ക്കട്ടെ. തിരമാലയുടെ പുറത്തുകൂടെ നടക്കാൻ ഈ പകൽക്കാലം ദൈവം ചിലതിനെ വിളിക്കുകയാണ്. ഈ വചനം ഏറ്റെടുക്കാമോ? ചില പ്രശ്നങ്ങളുണ്ടാ, അതിൻ്റെ പുറത്തുകൂടെ നീ നടക്കണം. ചില ബാധ്യതകളുണ്ട്, അതിൻ്റെ പുറത്തുകൂടെ നടക്കണം. ഇന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവം, ഇന്ന് പകൽക്കാലം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചില രോഗികൾ, ചില ബലഹീനതകൾ, മുങ്ങിത്താഴാൻ പോകുന്ന ചില അനുഭവങ്ങൾ, മുങ്ങാറായ ചില വിഷയങ്ങൾ. ഇന്ന് പകൽക്കാലം യേശു അതിൻ്റെ മാറ്റം തരാൻ പോവുക. യേശു അതിന് വിടുതൽ തരാൻ പോവുക. വരിക എന്ന് പറയുന്നവൻ ഈ ശബ്ദത്തിലൂടെ ഏതൊക്കെയോ ഭവനത്തിനകത്ത് ആരുടെയൊക്കെയോ കുടുംബങ്ങളെ ദൈവം വിളിക്കുക. വരിക. നീ മരണത്തിലേക്കല്ല പോകേണ്ടത്, നീ തകർച്ചയിലേക്കല്ല പോകേണ്ടത്. ഇന്ന് പോലെ വിളിക്കുന്നു, വരിക. ഈ പകൽക്കാലം സ്വർഗം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. ഇനി ഞാൻ മരിക്കും, ഇനി എനിക്ക് ജീവിതമില്ല, ഇനി എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച് തകർന്നിരിക്കുന്ന കുടുംബമേ, ഇന്ന് പകൽ യേശു നിന്നെ വിളിക്കുന്നു, വരിക. തകരാനല്ല, ഉടയാനല്ല, തമ്പുരാൻ വിളിക്കും, ഞാൻ എൻ്റെ തലയെ ചവിട്ടിയേക്കുക. അതുകൊണ്ട് നിന്നെ ഒന്നും ചെയ്യത്തില്ല. ശത്രുവിൻ്റെ മണ്ഡലങ്ങൾ ഇവിടെ പൊളിയാൻ പോവുക. പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവേ, ഈ പകൽക്കാലം ഞാൻ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രദ്ധിച്ച, വചനം കേട്ട പ്രിയപ്പെട്ടവർ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ മുങ്ങിത്താഴുമെന്ന അനുഭവത്തിൽ നിൽക്കുന്ന പലരുമുണ്ട്. കർത്താവ് ഇപ്പോൾ അവരുടെ മേലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അയക്കട്ടെ. പത്രോസിനെ കർത്താവെ ഇറക്കി നടത്തിയ ദൈവത്തിൻ്റെ അതേ ശക്തി ഇന്ന് പകൽക്കാലം കർത്താവെ ഈ മക്കളുടെ മേൽ ദൈവം അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവത്തിൻ്റെ മഹത്വം മക്കൾ അനുഭവിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഞാൻ ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രത്യേക എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബമുണ്ട്, അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. വരുന്ന നാളുകളിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക, സ്പോൺസർ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഗോഡ് ബ്ലെസ് യു. ആമേൻ.